നമസ്കാരം. ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശബരിമല മാളികപ്പുറത്തെ ചിത്രകൂടത്തിനടുത്തെത്തുമ്പോൾ ശരണവിളിക്കൊപ്പം മുഴങ്ങുന്നത് പറകുട്ടിപ്പാട്ടിന്റെ പറച്ചിലാണ്. വാർത്ത കാണാം. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ശോഭിക വെഡിങ്സ്. ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചങ്ങരംകുളം ആൻഡ് എടപ്പാൾ. സൺറൈസ് ഹോസ്പിറ്റൽ, കെയർ ബിയോണ്ട് ക്യൂർ. ശബരിമല മാളികപ്പുറത്തെ ചിത്രകൂടത്തിനടുത്തെത്തുമ്പോൾ ശരണം വിളിക്കൊപ്പം മുഴങ്ങുന്നത് പറക്കുട്ടിപ്പാട്ടിന്റെ ഈണത്തിലുള്ള പറച്ചിലാണ്. ഭക്തരുടെ സർവ്വദോഷങ്ങളും അകറ്റാൻ മാളികപ്പുറത്ത് നടത്തുന്ന വഴിപാടാണ് പറക്കുട്ടിപ്പാട്ട്. തുകൽ വാദ്യ അകമ്പടിയോടെ അയ്യപ്പനെ പാടി പുകഴ്ത്തുന്നതോടെ ഭക്തരുടെ സർവ്വദോഷങ്ങളും മാറിക്കിട്ടും എന്നാണ് വിശ്വാസം. പാലാഴി മദനം കഴിഞ്ഞ് മോഹിനി രൂപത്തിലെത്തിയ മഹാവിഷ്ണുവിന് ശനിദോഷം ഉണ്ടായതും പരമശിവനും പാർവതിയും മലവേടന്റെയും വേടത്തിയുടെയും വേഷത്തിലെത്തി ശനിദോഷം മാറ്റിയെന്നുമാണ് വിശ്വാസം. പറകുട്ടിപ്പാട്ട് പാടാനുള്ള അവകാശം പിന്നീട് പരമശിവൻ വേല സമുദായത്തിന് കൈമാറിയെന്നുമാണ് ഐതിഹ്യം. ഭക്തരുടെ പേരും നാളും പറഞ്ഞ് കണ്ണ്, നാവ്, ശത്രു, ആഭിചാരം, കുടുംബം, ശനി, കേതു, രാഹു തുടങ്ങിയ ദോഷങ്ങൾ അകറ്റുന്നതിനായി തുകൽ വാദ്യം കുട്ടിപ്പാടി അയ്യപ്പനെ സ്തുതിക്കുന്നതോടെ എല്ലാ ദോഷങ്ങളും മാറുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. ഒരിക്കൽ ശബരിമലയിൽ തീ പിടിച്ചപ്പോൾ കാരണം മനസ്സിലാക്കാൻ പന്തളം രാജാവ് പ്രശ്നം വെച്ച് നോക്കുകയും ദോഷം മാറാനായി വേടനെ വെച്ച് പാട്ട് പാടിക്കണമെന്ന് കാണുകയും ചെയ്തതെന്ന് പറയപ്പെടുന്നു. അതിനുശേഷമാണ് മാളികപ്പുറത്തെ കൊട്ടിപ്പാട്ട് വഴിപാടായി ആരംഭിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ വേലൻ സമുദായത്തിൽപ്പെട്ട 14 പേരാണ് ഇപ്പോൾ പറക്കുട്ടിപ്പാട്ട് നടത്തിവരുന്നത്. പാരമ്പര്യമായി ഈ ജോലി ചെയ്തു വരുന്ന ഇവർ ഭക്തരിൽ നിന്നും ദക്ഷിണ മാത്രമാണ് വാങ്ങിക്കുന്നത്. എൻ്റെ പേര് ബാലകൃഷ്ണൻ. ഞാൻ 21 വർഷമായിട്ട് ശബരിമലയിൽ പറകൊട്ടിപ്പാടുകയാണ്. എനിക്ക് മുമ്പ് എൻ്റെ അച്ഛനായിരുന്നു. അച്ഛൻ 61 വർഷം ഉണ്ടായിരുന്നു. 61 വർഷം കഴിഞ്ഞ് അച്ഛൻ മരിച്ചപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് അതിൻ്റെ പിൻഗാമിയായിട്ട് വന്നതാണ് ഞാൻ. ഇത് കേശാദിപാദം എന്ന മന്ത്രമാണ് ഇവിടെ ജപിച്ച് പാടുന്നത്. കേശാദിപാദം കഥ, അതായത് തലമുടി മുതൽ ഉള്ളങ്കാല് വരെയുള്ള ദോഷങ്ങൾ മാറ്റുകയാണ്. അതായത് കണ്ണുദോഷം, നാവുദോഷം, ശത്രുദോഷം, ആഭിചാരദോഷം, ഗ്രാഹദോഷങ്ങൾ, കുടുംബദോഷങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ മാറ്റുകയാണ്. ശബരിമലയിൽ വന്നിരുന്ന് പാടുന്നതിന് പന്തളത്ത് തമ്പുരാൻ അനുവദിച്ചതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ശിവഭഗവാൻ പന്തളത്ത് വെച്ച് ഭഗവാന്റെ ദോഷം മാറ്റുകയും തുടർന്ന് ഭഗവാൻ ഇങ്ങനെ പോന്നു കഴിഞ്ഞ് ഇവിടെ തീപിടുത്തം ഉണ്ടാവുകയും തീപിടുത്തത്തെ തുടർന്ന് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ വേലന്മാരെ കൊണ്ട് പാടിക്കണം എന്ന് പറയുകയും പന്തളത്ത് തമ്പുരാൻ ഒരു കുടുംബത്തെ കൊണ്ടുവന്ന് റാന്നി മാടവൻ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിപ്പിക്കുകയും തുടർന്ന് ആ കുടുംബത്തിലെ ഞങ്ങൾ ഇവിടെ വന്ന് ഈ പരിപാടി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ കുടുംബമാണ് മാടവൻ. ഇവിടെ നിന്ന് തുടർച്ചയായി വന്ന ആളുകളും എൻ്റെ ബന്ധുക്കളുമായിട്ടുള്ള ആളുകളാണ് ഇവിടെ വന്നിരുന്ന് ഈ കർമ്മം ചെയ്യുന്നത്.